കേരളത്തിൽ അവർ പറയുന്ന 19 സീറ്റുണ്ട്. 19 സീറ്റ് കൊണ്ട് കേരളത്തിൽ ജനങ്ങൾക്ക് എന്ത് നേടി? ഈ കാലത്ത് എന്ത് നേടി? എന്തെങ്കിലും ഉണ്ടോ? ഈ തിരുവനന്തപുരം പാർലമെൻറ്റ് മണ്ഡലം നമ്മുടെ മണ്ഡലത്തിൻ്റെ വികസനത്തിന് കേന്ദ്ര ഗവൺമെൻറ് തരേണ്ട കാര്യങ്ങൾ അത് തരുന്നതിന് വേണ്ടി വല്ല ഏർപ്പാടുണ്ടോ? നമ്മളെ റെയിൽവേ സ്റ്റേഷൻ കണ്ടോ നിങ്ങൾ? അവിടെ 5 ട്രാക്കേ ഉള്ളൂ. 5 വണ്ടികൾ മാത്രമേ അവിടെ പോകാനും വരാനും പറ്റൂ. അന്ന് നമ്മളുണ്ടാക്കിയ റെയിൽവേ ബോർഡുമായി ഉണ്ടാക്കിയ ഒരു കരാറുണ്ടായിരുന്നു. നമ്മൾ പോയി റെയിൽവേ ബോർഡിൽ ഞാൻ പോയി അവരുമായി ചർച്ച നടത്തി. അന്ന് റെയിൽവേ മന്ത്രി നന്നായി സഹായിച്ചു, ലാലു പ്രസാദ് യാദവ്. ആ ചർച്ചയിൽ നമ്മൾ തീരുമാനിച്ചാണ് നിയമവും അതുപോലെ തിരുവനന്തപുരവും വേളിയും കൂടി ചേർന്ന് ഒരു ബിഗ് സ്റ്റേഷൻ, ഇവിടെ ഒരു കോംപ്ലക്സ്. ആ കോംപ്ലക്സിനുള്ള പണിയുടെ പിന്നും തുടർന്ന് പോയില്ലല്ലോ. എന്താ പോവാത്തത്? നമുക്കിവിടെ ഏത് വണ്ടി വന്നാലും നമുക്ക് യാത്രയ്ക്ക് വേണമെങ്കിൽ പ്രധാനമല്ലേ പാളങ്ങൾ. ആ പാളങ്ങൾ ഇവിടെ 5 പാളങ്ങളുടെ സൗകര്യമല്ലേ ഇവിടെ ഉള്ളൂ. നമുക്ക് നിയമം കൂടി വികസിച്ചാലോ? ആ വികസനത്തിന് ഇപ്പോൾ തുടക്കമിട്ടേ ഉള്ളൂ. നിങ്ങൾ നോക്കണം, 2009 ഞാൻ പാർലമെൻറ്റിൽ നിന്ന് ഇങ്ങോട്ട് വന്നത്. ഇപ്പോൾ 2024. നമ്മുടെ നാട്ടിലെ പുരോഗതിക്ക് വേണ്ടി എന്തൊക്കെ ഇവിടെ നടന്നുവെന്ന് പറയാൻ ബാധ്യസ്ഥരല്ലേ മറ്റുള്ള ആളുകൾ. അതുകൊണ്ട് ഈ നാട്ടിൻ്റെ വികസനം, ജനങ്ങളുടെ പ്രതീക്ഷ, ജനങ്ങളുടെ സ്വപ്നങ്ങൾ അത് സാക്ഷാത്കരിക്കാൻ വേണ്ടി ഇടതുപക്ഷം മാത്രമേ ഇവിടെയുള്ളൂ. ഇടതുപക്ഷം മാത്രമേ ശ്രമിച്ചിട്ടുള്ളൂ. ആ ഇടതുപക്ഷത്തിൻ്റെ പ്രവർത്തനങ്ങൾക്ക് കൂടുതൽ കരുത്ത് നൽകേണ്ട ഒരു കാലമാണിത്. അതുകൊണ്ട് തിരുവനന്തപുരം ജനങ്ങൾ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയെ പിന്തുണക്കുമെന്ന കാര്യത്തിൽ എനിക്ക് സംശയമില്ല. മുന്നണിയുടെ ഒരു പ്രതീകം മാത്രമാണ് ഞാൻ. അതുകൊണ്ട് തെരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങളിൽ എല്ലാവരും ഞങ്ങളോട് സഹകരിക്കുന്നുണ്ട്. ആ സഹകരണം കൂടുതൽ വർദ്ധിച്ചു വരുമെന്ന കാര്യത്തിൽ തർക്കമേയില്ല. അതിനൊപ്പം തന്നെ ഈ നെയ്യാറ്റിൻകര, പാറശാല അടക്കമുള്ള കേന്ദ്രങ്ങളിൽ കഴിഞ്ഞ ദിവസം രവിയേട്ട പോയിരുന്നു. അപ്പോൾ അവിടെ ഉണ്ടായിരുന്ന ജനങ്ങളുടെ ഒരു പ്രതീക്ഷകൾ എങ്ങനെയായിരുന്നു, പ്രതികരണങ്ങൾ എങ്ങനെയായിരുന്നു? അവർക്ക് സത്യം പറഞ്ഞാൽ ഇതുവരെ അവർ അസ്വസ്ഥരായിരുന്നു. അതിൽ നിന്ന് അവർക്കൊരു പ്രതീക്ഷ ഇപ്പോൾ വന്നിരിക്കുക. കാരണം നമ്മുടെ കേരളത്തിൻ്റെ പൊതു വികസനത്തിന് വേണ്ടിയും കേരളത്തിൻ്റെ നന്മയ്ക്ക് വേണ്ടിയും അവരൊരുപാട് കൊതിക്കുന്ന ആളുകളാണ്. അത്തരം ആളുകളുടെ ഒരു സ്ഥലത്താണ് നമ്മൾ പോകുന്നത്. ആ പോയതിൻ്റെ ഗുണം അവിടെ എല്ലാവരും ഉണ്ടായിരുന്നു. നമ്മൾ വിവിധ മത മേലധികാരികളെയും സാമുദായിക പ്രമാണിമാരെയും ഒപ്പം സാധാരണ ജനങ്ങളെയും നമ്മൾ കണ്ടു. ആ ജനങ്ങളോടൊക്കെ നമ്മൾ സംസാരിച്ചു. ഇത്രമാത്രം പോസിറ്റീവായി നമ്മളോട് ചേർന്ന് നിൽക്കുന്ന ആളുകൾ, അത് പാവപ്പെട്ട മനുഷ്യർക്ക് കൂടുതൽ പ്രതീക്ഷ നമ്മളിലാണല്ലോ. പാവപ്പെട്ടവർക്ക് വേണ്ടി പോരാടുന്ന ഇടതുപക്ഷ പ്രസ്ഥാനമാണല്ലോ. മറ്റവർ വന്ന് വോട്ട് വാങ്ങി അവരൊരുപാട് പറഞ്ഞുകൊണ്ടങ്ങ് പോകും. നടക്കില്ല. വാഗ്ദാനങ്ങൾ പൂർണ്ണമായും നടപ്പിലാക്കുന്ന ഒരു ഗവൺമെൻറ് ഈ കേരളത്തിൽ നമ്മുടെ മുമ്പിലുണ്ട്. പറഞ്ഞെല്ലാം നടപ്പിലാക്കുന്നത്. അപ്പുറത്താണെങ്കിൽ പറഞ്ഞ് ഒന്നും നടപ്പിലാക്കാത്ത കൂട്ടരാണ് കേന്ദ്രത്തിലുള്ളത്. ജനങ്ങളെ കൂടുതൽ വിഷമിപ്പിക്കുന്ന ഗവൺമെൻറ്, ജനങ്ങൾക്ക് സ്വസ്ഥമായ ജീവിതം തന്നെ നിഷേധിക്കുന്ന ഗവൺമെൻറ്, അതവിടെയാണ്. ഇവിടെ ജനങ്ങളോടൊപ്പം നിൽക്കുന്ന ഗവൺമെൻറ്റാണ്. അത് ജനങ്ങൾക്ക് പൂർണ്ണ ബോധ്യം അനുഭവത്തിലാണ്. ആ അനുഭവം നമ്മുടെ നാട്ടിൻ്റെ മുമ്പിലുണ്ട്. അതുകൊണ്ട് പ്രതീക്ഷകളും സ്വപ്നങ്ങളുമെല്ലാം മനസ്സിൽ വെക്കുന്ന ജനങ്ങൾ അവരൊരുമിച്ച് പോളിംഗ് ബൂത്തിലെത്തി ഞങ്ങളോട് സഹകരിക്കുമെന്ന് പൂർണ്ണ വിശ്വാസമുണ്ട്. 20 മണ്ഡലത്തിൽ 20 നേടും. 20 മണ്ഡലത്തിനും ഞങ്ങൾ വലിയ പ്രതീക്ഷയിലാണ്. കാരണം കഴിഞ്ഞ തവണ പറ്റിയൊരു കയ്യബദ്ധം ഇനി വരില്ല എന്ന് ജനങ്ങൾക്ക് ബോധ്യമുണ്ട്. കാരണം ഈ അബദ്ധം പറ്റിയ ജനങ്ങൾ പിന്നീടല്ലേ ആലോചിക്കുക, ഒരിക്കൽ പറ്റിപ്പോയല്ലോ എന്ന് ആലോചിക്കുമല്ലോ. അങ്ങനെ ആലോചിക്കുമ്പം അവർക്ക് സ്വീകരിക്കാൻ പറ്റുന്നത് ഞങ്ങളാണെന്ന് അനുഭവത്തിൽ അവർക്ക് ബോധ്യമാണ്. ഞാൻ നേരത്തെ പറഞ്ഞ സംഭവങ്ങളെല്ലാം വന്നപ്പം ഇവിടെ രക്ഷകരുണ്ട്, രക്ഷകരായ ഗവൺമെൻറ്റുണ്ട് എന്ന കാര്യം പൂർണ്ണ ബോധ്യമാണ്. കൈമലർത്താനല്ല, അവരെ കൂടെ നിന്ന് അവരെ സഹായിക്കാൻ, എവിടെ നിന്നെങ്കിലും കടം വാങ്ങിയെങ്കിലും അവരെ സഹായിക്കാൻ, ഒരു മനസ്സുള്ളൊരു ഗവൺമെൻറ് ഇവിടെയുണ്ട്. അതവർക്കറിയാം. തീർച്ചയായും ഇത്തരത്തിൽ വലിയ ഒരു പ്രചരണ പരിപാടിയിലേക്ക് LDF സ്ഥാനാർത്ഥികൾ കടക്കുകയാണ്. കോവളം നിയോജക മണ്ഡലം കേന്ദ്രീകരിച്ചാണ് ഇന്ന് LDF സ്ഥാനാർത്ഥി പന്ന്യൻ രവീന്ദ്രൻ്റെ തെരഞ്ഞെടുപ്പ് പ്രചരണ പരിപാടികൾ നടക്കുന്നത്. അതിനൊപ്പം തന്നെ ഇന്ന് വൈകിട്ട് റോഡ് ഷോയും, പന്ന്യൻ രവീന്ദ്രൻ്റെ റോഡ് ഷോയുമുണ്ട്. അതിനൊപ്പം LDF സ്ഥാനാർത്ഥി, ആറ്റിങ്ങൽ മണ്ഡലം LDF സ്ഥാനാർത്ഥി വി ജോയുടെ പ്രചരണ പരിപാടികൾ ഇന്ന് വർക്കല മണ്ഡലം കേന്ദ്രീകരിച്ചാണ്, തീരദേശ പ്രദേശങ്ങൾ കേന്ദ്രീകരിച്ച് ഇന്ന് രാവിലെ 9:30 വി ജോയുടെ തിരഞ്ഞെടുപ്പ് പ്രചരണ പരിപാടികൾ ആരംഭിക്കും. അതിനൊപ്പം തന്നെ പറയേണ്ടുന്നൊരു കാര്യം എന്ന് പറയുന്നത്, കോൺഗ്രസിൻ്റെ
എഫിൻ്റെ കാര്യമാണ്. യു ഡി എഫിൻ്റെ കാര്യമാണ്. യു ഡി എഫിൽ ഇതുവരെ തെരഞ്ഞെടുപ്പ് പ്രചരണ പരിപാടികൾ ആരംഭിച്ചിട്ടില്ല. സ്ഥാനാർത്ഥി പ്രഖ്യാപനം അടക്കമുള്ള കാര്യങ്ങളിൽ നേരത്തെ തന്നെ എൽ ഡി എഫ് ഒരു മുൻകൈ നേടിയിരുന്നു. പക്ഷേ സ്ഥാനാർത്ഥി നിർണയ ചർച്ചകൾ ആദ്യം ആരംഭിച്ചത് കോൺഗ്രസ് ആണെങ്കിലും ഇതുവരെ ഒരു പ്രഖ്യാപനത്തിലേക്കോ സ്ഥാനാർത്ഥി പ്രഖ്യാപനത്തിലേക്കോ അതിനൊപ്പം തന്നെ പ്രചരണ പരിപാടികളിലേക്കോ കടക്കാൻ കോൺഗ്രസിന് കഴിഞ്ഞിട്ടില്ല എന്നത് തന്നെയാണ് മനു. ശരി സുലേഖയാണ് രാവിലെ പതിൻ രവീന്ദ്രനോട് സംസാരിച്ച് ഈ കാര്യങ്ങളൊക്കെ നമ്മളോട് പറഞ്ഞത്.